ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ, അതെല്ലാരും മറന്നു പോകുന്നുണ്ടട്ടെ. ഇതൊന്നും ആദ്യം തന്നെ വെച്ച് കളട്ടെ. അങ്ങനെ മകളുടെ ന്യായീകരണ വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അമ്മ പണ്ട് മുതലേ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിച്ച് വളർന്നതാണ്. അച്ഛൻ 2 കിലോ ഓറഞ്ച് കൊണ്ട് കൊടുക്കും, 2 കിലോ ആപ്പിൾ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ ആണെങ്കിൽ അങ്കിളിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് പോളണ്ടിലുള്ള മകനാണ്. അങ്കിള് 2 അടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ 3-ാമത്തെ അടിയിൽ അങ്കിളിനോട് പറയും 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞ് അങ്കിൾ 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അങ്കിളിന് എഴുന്നേറ്റ് നടക്കാനുള്ള അനുവാദമുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അങ്കിള് കഴിക്കേണ്ട ഭക്ഷണം വരെ നിയന്ത്രിക്കുന്നത് പോളണ്ടിലുള്ള മകനാണ്. എൻ്റെ പൊന്നു കൊച്ചെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയാം. നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം തന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ഭയങ്കര ചതിയാണ് ചെയ്തത്. അതായത് ഇമാതിരി തോന്നിയവാസം പറയാനാണോ നിങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസം തന്നിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2 മക്കളെ പഠിപ്പിച്ചു, 2 പേർക്ക് ജോലിയാക്കി കൊടുത്തു. അതുമാത്രമല്ല 10-40 വർഷത്തെ ദാമ്പത്യ ജീവിതം, അതിൽ ആ ഭർത്താവാണെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിച്ചും വെച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് ആ അമ്മ തിന്നുകുടിച്ച് അല്ലലില്ലാതെ ജീവിക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് പ്രഹസനം കാണിക്കാനും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും വേണ്ടിയിട്ട് ആ അമ്മച്ചിയെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇപ്പോൾ ആ അമ്മച്ചിയുടെ മനസ്സെന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. മക്കളായ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, പുറമേ നിന്ന് നോക്കുന്നവന് കൃത്യമായിട്ട് മനസ്സിലാകും ആ അമ്മച്ചിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രൂട്ട്സോ നിങ്ങളുടെ നെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ എന്താ പറയേണ്ടത് ഈ മോണിറ്ററിങ്ങോ ഇതൊന്നും അല്ല അമ്മച്ചിക്ക് വേണ്ടത്. അമ്മച്ചിക്ക് അടിയന്തരമായിട്ട് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറും മീൻകറിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും നല്ലൊരു സ്ട്രോങ് ചായയും ഇതൊക്കെയാണ് അമ്മച്ചിക്ക് വേണ്ടത്. ഇതൊന്നും അവിടെ കിട്ടുന്നുമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ വേറെ ഒരു കാര്യം, അങ്കിള് പറയുന്നത് പോലെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും വെട്ടി വിഴുങ്ങാം. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിന് മാത്രമേ അങ്കിളിന് കുറച്ച് ഡയറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഡയറ്റ് ഒന്നുമില്ല. എന്നാൽ പിന്നെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും ഡയറ്റ് തന്നെയല്ലേ. അവിടെ പോയി കഴിഞ്ഞാലും അയ്യോ ഞാൻ തിന്നത്തില്ല കേട്ടോ, ഞാൻ സന്തോഷത്തിന് വന്നേന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ, അത് പറയത്തുമില്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ മകളുടെ വീഡിയോ കണ്ടപ്പോൾ അത് ഉള്ളതിലും കൊളാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഒരു മകൻ പോളണ്ടിൽ നിന്നിട്ട് അച്ഛനെ നിയന്ത്രിക്കുക പോലും. അച്ഛൻ 3 നട്ട്സ് കഴിച്ചോളൂ, ഓക്കെ. അച്ഛൻ 4 സ്റ്റെപ്പ് നടന്നോളൂ, ഓക്കെ. 5-ാമത്തെ സ്റ്റെപ്പിൽ അവിടെ ഇരിക്കണേ. വെയിറ്റ് 15 ഗ്രാം കൂടിയിട്ടുണ്ട്, 15 ഗ്രാം കൂടിയിട്ടുണ്ട്. കുറയ്ക്ക്. 4 ഓട്ടം തുള്ളി, 4 ഓട്ടം തുള്ളിക്കോ. അച്ഛാ പിന്നെ വേണ്ട അത് വേണ്ട. ഓക്കെ. ഫ്രീ കിട്ടുന്ന ചോറ് കഴിച്ചോ, കുഴപ്പമില്ല. വീട്ടിലരി മേടിക്കണ്ട. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. അതായത് ഈ മകൻ അച്ഛനെ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഈ അമ്മയെ നോക്കാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്മാരില്ല. അതായത് ഈ അമ്മ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ച അമ്മേനെ പണ്ടെപ്പോഴുള്ളൊരു പ്രേമത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഇളക്കി കൊണ്ടുവന്നിട്ട് ഇപ്പം കല്യാണവും കഴിപ്പിച്ച് വിട്ട് നിങ്ങളൊക്കെ എന്ത് പ്രഹസനാന്ന് കാണിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 10-40 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ഭർത്താവ് ഒരാളുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഓർമ്മ മതി പിന്നെ ഒരു 10-20 കൊല്ലം കൂടി ജീവിക്കാൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സാം കാലത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതായി എന്നേ ഞാൻ പറയുള്ളൂ. അവർക്കൊരു അസുഖവും ഇല്ല. അവർക്കിപ്പോൾ കാൽമുട്ട് വേദനയില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ആ രൂപം കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. എത്രമാത്രം ഐശ്വര്യവതിയായിട്ട് നിന്ന അമ്മ. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പച്ചൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അങ്ങേര് അവിടുന്ന് കയറി വന്നിട്ട് നിങ്ങൾ അടിക്കുവാർന്ന്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര നല്ല വൃത്തിക്ക് നോക്കിയതാണ്. നിൻ്റെയൊക്കെ യൂട്യൂബ് ചാനലും കൊണ്ട് വന്നിട്ട് എൻ്റെ ഭാര്യനെയാണോ കോലം കെട്ടി നടത്തിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് വന്നിട്ട് ചിലപ്പോഴെന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കോപ്രായം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്ന മക്കളോടാണ്. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കണ്ട, എന്നാൽ ഇമാതിരി തോന്നിയവാസം ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കൾക്കും അമ്മയെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ടുള്ള ഒരു പ്രഹസനം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇതൊരു വലിയ സ്നേഹമാണ് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഇതാണ്, ഇതൊന്നും ഞാൻ ഒരിക്കലും ഇതൊന്നും കരുതുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോപ്രായങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ അസുഖമാണ് അവർക്ക്? അവരെന്തിനാണ് വെറുതെ അവർ ഇത്ര നല്ലൊരു ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ളൊരു കുടുക്കിലിട്ടത്? ഇപ്പം അവർ പറയുന്നത് നല്ല സുഖമാണ്, അങ്കിള് നല്ല മനുഷ്യൻ തന്നെയാണ്, അങ്കിളിന് വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്നു മോളെ, അത് നിങ്ങളോട് പറയുന്നതാണ്.
ആ അമ്മേൻ്റെ മനസ്സ് നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കവർ ജീവിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫ് കൊണ്ടോ എനിക്കൊന്നും തോന്നിയിട്ടല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ കോപ്രായം കണ്ടിട്ട് ഒരുപാട് അമ്മമാർ ഇതിൻ്റെ പുറകിൽ എന്നെയും കെട്ടിച്ചു വിടും മക്കളെ, എന്നെയും കെട്ടിച്ചു വിടും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് പോയി ചാടി കൊടുത്തേക്കല്ലേ. അതായത് ആ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ട് എന്ന്. ആ അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. അയാളെടുക്ക ഒരു സന്തോഷവും ഇല്ല. ഞാൻ പറഞ്ഞ അയാൾ മോശമായിട്ടൊന്നുമല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുമായിട്ട് ഒരിക്കലും ഈ അമ്മ പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അമ്മ ഈ പിന്നെന്താ വേണ്ടത് ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഇച്ചിരി ഭക്ഷണം മാത്രമാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലിയല്ല ഇച്ചിരി ഭക്ഷണമോ ഇനി വേണമെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് മധുരൂട്ടെ ചായയോ ഇതൊക്കെയാണ് ആ അമ്മക്ക് വേണ്ടതായിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും കൊടുക്കാതെ എന്നിട്ട് പറയിക്കുകയാണ് വില കൂടിയ ചീസുകളും അതുപോലെ തന്നെ വില കൂടിയ നട്സുകളും ഇതൊക്കെയല്ലേ അമ്മ കഴിക്കുന്നതെന്ന്. അമ്മ 4 മുട്ട കഴിക്കും പോലും പറഞ്ഞു. അതിലും നല്ലത് എന്നാൽ 1 കിലോ അരി കൊണ്ട് കൊടുക്കുന്നില്ലേ. ഉപ്പം പറങ്കി ഉടച്ചിട്ട് തിന്നുന്ന സുഖം മോളെ എവിടെയും കിട്ടത്തില്ല. അതൊന്നും മനസ്സിലാക്ക്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇത് ഭയങ്കര ഹാപ്പിയിലാണ്, അമ്മ ഭയങ്കര സംഭവമാണ്. ഒരു തേങ്ങാക്കോലിയല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. ആ അമ്മ ഹാപ്പി ആകണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചോറും മീൻകറിയും മേടിച്ചുകൊണ്ട് കൊടുക്കുക. ആ അമ്മ നല്ല ഹാപ്പി ആകും. അങ്ങേര് അതൊന്നും ചെയ്യത്തില്ല. ഇനിയിപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മേൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, വാങ്ങിക്കണമെങ്കിൽ അമ്മക്ക് വാങ്ങിച്ചൂടെ? അങ്ങനെ എങ്ങനെ വാങ്ങിക്കും? അതായത് ഒരു മനുഷ്യന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ ശരിക്കും പെട്ടുപോയി. അതായത് ഇത് ആരും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ആരെയും അറിയിക്കാതെ സ്വകാര്യമായി കഴിച്ച കല്യാണമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് 40 വർഷം മുമ്പ് ഞങ്ങൾ പ്രേമായിരുന്നു എന്ന് വരെ പറഞ്ഞ് അങ്ങനെയും കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറേ പ്രഹസനങ്ങളും ഇതൊക്കെ ആ അമ്മ ഇങ്ങനെ വീണുപോയി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റീച്ച് കിട്ടി, നിങ്ങൾക്ക് മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? റീച്ച് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലായിരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതത്തിലായില്ലേ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മക്കളെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ ഒരുപാട് അനുഭവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയെങ്കിലും മക്കൾ എന്ത് ചെയ്യണം എന്നറിയാം, പ്രഹസനങ്ങൾ കാണിക്കരുത്. അതായത് അമ്മമാർക്ക് 60 വയസ്സിൽ 70 വയസ്സിലൊന്നും വേണ്ടത് കൂട്ടല്ല, സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മക്കളെടുത്ത് കൊണ്ടുപോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒറ്റയ്ക്കൊരു സ്ത്രീ നിൽക്കുന്നുണ്ടെങ്കിൽ അവരവിടെ നല്ല സന്തോഷത്തിലായിരിക്കും. അവർ ചിലപ്പോൾ മക്കളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം പോകുമായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ അവർ സുരക്ഷിതത്വമായിട്ട് അവർ ജീവിക്കുമ്പോൾ അവർ നല്ല സുഖത്തിൽ ജീവിക്കുന്നതാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ മുഖം കണ്ടാലറിയാം മകൾ എത്രമാത്രം ന്യായീകരിച്ചിട്ടും ഒരു കാര്യവുമില്ല. മകളിങ്ങനെ ന്യായീകരിച്ച് മെഴുകുവാന്നല്ലാതെ ഒരു കാര്യവുമില്ല. ആ അമ്മയെ കണ്ടാൽ അറിയാം അമ്മ സന്തോഷവതിയല്ല. അമ്മ അവിടെ വളരെ ദുഃഖത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ടറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം അമ്മമാരെ നോക്കുന്നവരാണ്. ഒരുപാട് നമുക്കെല്ലാം അമ്മമാരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി. അവർക്ക് തായ്ലൻഡൊന്നും പോണ്ട, പട്ടായ ഒന്നും പോണ്ട. അവർക്ക് നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലോ ഇല്ലെങ്കിൽ നമ്മളെ ഉണ്ണീശുവിനെ കാണാനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ദർഗയിലോ ആടിയിരിക്കാൻ പോയാൽ മതി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തായ്ലൻഡിൽ പോയാലും മാത്രമേ ഹണിമൂൺ ആവുള്ളൂ. പ്രഹസനാടോ ഇതൊക്കെ. കുറച്ച് പണമുണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാനുള്ള കോപ്രായങ്ങൾ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺമക്കൾക്ക് 2 പേർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലേ അമ്മ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. നല്ല ജോലിയാക്കി കൊടുത്ത് വിദ്യാഭ്യാസവും ആക്കി കൊടുത്ത് എന്നിട്ട് അമ്മേനെ ഇപ്പം 2ാം കെട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് എന്നിട്ട് പറയുകയാണ് പോളണ്ടിലുള്ള മകൻ. പോളണ്ടിനെ പറ്റി തന്നെ ഒരു അക്ഷരം വേണ്ടി പറഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കായിരുന്നു. ഒരു പോളണ്ടുമായിട്ട് വന്നിരിക്കുന്നു. ബൈ ബൈ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അതെല്ലാവരും മറന്നു പോകുന്നില്ല കേട്ടോ. ഇതൊന്നും ആദ്യം തന്നെ വെച്ച് കളട്ടാ. എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകുന്നു.